എന്റെ ശബ്ദം ശവിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് ഞാനൊന്ന് പറയട്ടെ. ഇടക്ക് പെണ്ണുങ്ങളിൽ നിന്ന് ഈ ഹയാ അടർത്തി മാറ്റിയെടുത്തതിന്റെ ഒരു വലിയ ഉത്തരവാദിത്തം ബാപ്പമാർക്കും ഉമ്മമാർക്കും ഉണ്ട്. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോളണം. അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. നരകത്തിൽ നിന്ന് കുടുംബങ്ങളെയും മക്കളെയും കാക്കാൻ അള്ളാഹു നമ്മളോട് നിർദ്ദേശം തന്നിട്ട് ഇപ്പൊ ഇതാ വെക്കേഷൻ സമയമാകുമ്പോഴേക്ക് സമ്പത്തിന്റെ പുരോഗതിക്കനുസരിച്ച് അല്ലെങ്കിൽ ഇല്ലാത്തതിൽ നിന്ന് കടം വാങ്ങി ഒപ്പിച്ച് 10,000-ഉം 5,000-ഉം 8,000-ഉം 18,000-ഉം എണ്ണിക്കൊടുത്തിട്ട് 1-ാം നമ്പർ അന്യപുരുഷന്മാരോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ട് ഇക്കിളി സ്വീകരിക്കാൻ വേണ്ടി പെൺകുട്ടികളെ യാത്ര വിടുന്ന ഉപ്പമാരെ ഉമ്മമാരെ, അവരെ ജീവിതത്തിൽ കൂടുകൂട്ടേണ്ടി ഉണ്ടാക്കേണ്ടി വരുന്ന ഹയാ തച്ചു തകർത്തതില് നമുക്ക് വലിയൊരു പങ്കുണ്ട്. കടുത്ത ഹറാമാണ്. ഏത് സ്കൂളിൽ നിന്നാണെങ്കിലും ശരി, ഏത് മാനേജ്മെന്റിന്റെ കീഴിലാണെങ്കിലും ശരി, അന്യ ആണും അന്യ പെണ്ണും തോളുരുമ്പിയിട്ടുള്ളൊരു യാത്ര, ദുനിയാവിൽ അന്തം വിട്ടിട്ട് അന്താണിച്ചുകൊണ്ട് രാവും പകലും കൂത്താടിയിട്ട് തിമിർത്താടിയിട്ട് മുസ്ലിം സഹോദരനും സഹോദരിയും ഇമ്മാതിരി യാത്ര നടത്താൻ ആരാ സഹോദരങ്ങളെ അനുവാദം തന്നത്? ആരാ നമുക്ക് പെർമിഷൻ തന്നത്? എന്നിട്ട് എണ്ണിക്കൊടുക്കാൻ ഒരു ഹയാഇല്ലാതെ ഉള്ള കുട്ടിന്റെ ഹയാവും ചാരിത്രശുദ്ധിയും വരെ നഷ്ടപ്പെടുത്താൻ കടുത്ത ഹറാമാണ്. ഒരു വാപ്പയും അതിന് കാശ് വീശരുത്. എന്റെ കുട്ടി മാത്രം പോയിട്ടില്ലെങ്കിൽ ഞാനൊരു 2-ാം നമ്പർ ആളാകൂലേ? നിങ്ങൾ 1-ാം നമ്പർ തന്നെ ആകും, 2-ാം നമ്പർ ഒന്നും ആകൂല. ഈമാനോടുകൂടെ ജീവിക്കണം. ആ പോകുന്ന യാത്രക്ക് വേണ്ടി 1 രൂപ കൊടുക്കുന്നത് പോലും ഹറാമാണ്. അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു കാറ് വാടകയ്ക്ക് വിളിച്ചോ? നിങ്ങളും നിങ്ങളെ മക്കളും ഭാര്യയും കൂടി ഓരോ സ്ഥലത്തും പോയി സിയാറത്ത് കാഴ്ച സ്ഥലങ്ങൾ കണ്ട് നല്ല റാഹത്തോടെ തിരിച്ചു വന്നു. ഒരന്യപുരുഷന്റെ കൂടെയും വേട്ടയാടാൻ, ഒരന്യപുരുഷനും നിങ്ങളെ പെണ്ണിന്റെ ശരീരം കാഴ്ചവെക്കാൻ, ഒരന്യപുരുഷനും തോള് ചേർത്തിയിട്ട് അവിടെ ഉല്ലസിക്കാൻ, അധ്യാപകന്മാർ പോലും പോകാത്ത മണിക്കൂറുകൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൂത്താടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന രംഗത്തിന് വേണ്ടി സാക്ഷിയാകാൻ ഒരൊറ്റ ആണിനും പെണ്ണിനും ബാപ്പമാര് കാശ് വീശരുത്. ഉമ്മമാര് കാശുണ്ടാക്കി കൊടുക്കരുത്. നമ്മുടെ മക്കളുടെ ഈമാനും ഹയാവും തച്ച് തകർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രകളാണെന്ന വിഷയത്തിൽ സന്ദേഹമില്ല. നമ്മൾ ശരിക്കാലോചിക്കണം. പിശാചിന്റെ ചാബല്യങ്ങൾക്ക് ചിറകുമുളച്ചു കൊടുക്കുന്ന, അതിന് കൊടി തൂക്കിക്കൊടുക്കുന്ന, സിന്ദാബാദ് പറയുന്ന ആളുകളാകരുത്. പിശാചിനോട് സമരം ചെയ്ത് അവന്റെ മുഖങ്ങളെ തോൽപ്പിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട് ജീവിക്കാൻ പക്വതയുള്ള ആളുകളായിട്ട് നമ്മൾ വളരണം.